നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂർ പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. നടനും നാടൻപാട്ട് മിമിക്രി കലാകാരനുമായ കലാഭവൻ മണിയുടെ പേരിൽ ജന്മനാട്ടിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായ ശുചീകരണ പ്രവൃത്തികൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. രൂക്ഷമായ കാട്ടാന ശല്യമുണ്ടായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് LDF കോടശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പുതുക്കാട് കാഞ്ഞൂരിൽ കരിമത്തിൽ റോയിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പള്ളിക്കുന്ന് തൈവളപ്പിൽ ഷാജേഷിന്റെ വീടിന് മുകളിൽ റബ്ബർ മരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ ട്രസ് തകർന്നു. കല്ലൂർ ആദൂരിൽ കൊച്ചുവീട്ടിൽ ആഷിക്കിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ആദൂർ നമ്പാടൻ മേരിയുടെ വീട്ടുമതിൽ മരം വീണ് തകർന്നു. വടതിരപ്പള്ളി വേപ്പൂർ റോഡിൽ വട്ടക്കൊട്ടായിയിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് സബ് സ്റ്റേഷന്റെ കീഴിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ മണിക്കൂറുകളായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട നിലയിലാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ആളൂർ മേഖലയിൽ വ്യാപക നാശനം. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തു. പലയിടത്തും വൈദ്യുതി വിതരണം താറുമാറായി. ആളൂർ പൊരുന്നക്കുന്ന് വെളിയത്ത് അജയകുമാറിൻ്റെ തേക്കുമരം കടപുഴകി വീണു. പൊരുന്നക്കുന്ന് പാടം വഴിയിൽ ചാതേലി ഷാജുവിൻ്റെ യൂക്കാലി മരം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മുകളിൽ വീണു. പെരേപ്പാടൻ ബിനോയിയുടെ കുലച്ച 30ഓളം നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട നിലയിലാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. കടമ്പോട് പാറയിൽ മേരി പാപ്പച്ചൻ്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. വീടിനു സമീപം നിന്നിരുന്ന റബ്ബർ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. മേൽക്കൂരയിലെ ഓടുകളും കഴുക്കോലുകളും തകർന്നു വീണു. പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. മറ്റത്തൂർ മൂന്നുമുറിയിൽ സിമന്റ് കട്ടകൾ ഇടിഞ്ഞു വീണ് കാറിന്റെ പിൻഭാഗം ഭാഗികമായി തകർന്നു. മൂന്നുമുറി കല്ലമ്പി റോയിയുടെ വീട്ടിലെ കാറിന്റെ പിൻഭാഗത്തേക്കാണ് തൊട്ടടുത്ത സിമന്റ് കട്ട നിർമ്മാണ യൂണിറ്റിലെ കട്ടകൾ മഴയിൽ ഇടിഞ്ഞു വീണത്. നടനും നാടൻപാട്ട് മിമിക്രി കലാകാരനുമായ കലാഭവൻ മണിയുടെ പേരിൽ ജന്മനാട്ടിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചാലക്കുടി ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചെണ്ടവാദനത്തിൽ വിസ്മയം തീർക്കുന്ന ചാലക്കുടി സ്വദേശിനി സംവേദ വേണു നമ്പിടിയെ അനുമോദിച്ചു. 3 കോടി രൂപ ചെലവിൽ നഗരസഭാ ജംഗ്ഷനിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ 35 സെന്റ് ഭൂമിയിലാണ് 6500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സ്മാരകം നിർമ്മിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായാണ് നിർമ്മാണം. ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിൽ നാടൻപാട്ട് കലകളുടെ പരിപോഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മാണ ചുമതല വഹിക്കുന്ന സ്മാരകത്തിന് പരമ്പരാഗത ശൈലിയിലുള്ള പ്ലാനും എലിവേഷനും തയ്യാറാക്കിയത് ചാലക്കുടിയിലെ യുവ ആർക്കിടെക്ട് ഗോപകുമാറാണ്. ചടങ്ങിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയ കലാകാരന്മാർ കലാഭവൻ മണിക്ക് പാട്ടുകളിലൂടെ ആദരം അർപ്പിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, നഗരസഭാധ്യക്ഷൻ
ഷിബു വാലപ്പൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സംവിധായകൻ സുന്ദർദാസ്, RLV രാമകൃഷ്ണൻ, പ്രസീത ചാലക്കുടി, നഗരസഭാ കൗൺസിലർമാരായ VO പൈലപ്പൻ, KV പോൾ, MM അനിൽകുമാർ, നിത പോൾ, അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത്, ആനി പോൾ, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മണി കലാഭവൻ മണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ചിരി, അദ്ദേഹത്തിന്റെ ആർദ്രമായ പാട്ടുകളും അദ്ദേഹത്തിന്റെ തീവ്രമായ അഭിനയ രംഗവുമാണ് നമ്മുടെ എല്ലാ മനസ്സിൽ ഓടിയെത്തുന്നത്. മലയാള സിനിമയിലും നാടൻ കലാ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്നു കലാഭവൻ. ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് പൊരുതി കയറിയ ഒരു കലാകാരനുണ്ട്. തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി, അർപ്പണബോധത്തിന്റെ ഫലമായി നായകനെ, ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു അഭിമാന മുഹൂർത്തമാണ്. 8 വർഷക്കാലം മുമ്പ് തുടക്കം കുറിച്ച ചാലക്കുടിയുടെ അഭിമാനമായിട്ടുള്ള അതുല്യ കലാകാരൻ കലാഭവൻ മണിയുടെ സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇവിടെ അതിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായ ശുചീകരണ പ്രവൃത്തികൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. അവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായ ശുചീകരണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെയാണ് പെയിൻറ്റിംഗ് അടക്കമുള്ള ശുചീകരണ പ്രവൃത്തികൾ സ്കൂളിൽ പുരോഗമിക്കുന്നത്. സ്കൂളിനോട് ചേർന്നുള്ള കാട്, അപകടകരമായ മരങ്ങൾ തുടങ്ങിയവ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വെട്ടി വൃത്തിയാക്കാനും ശുചീകരണ പ്രവൃത്തികൾ മെയ് 30 മുന്നോടിയായി പൂർത്തിയാക്കാനും സ്കൂൾ അധികൃതർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഹൈസ്കൂൾ വിഭാഗത്തിന് കീഴിലുള്ള ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയ കളക്ടർ വിപുലീകരണ പ്രവർത്തനങ്ങൾക്കായി ഗ്രൗണ്ട് സന്ദർശിച്ച് പരിശോധന നടത്താൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ ക്ലാസ് മുറികൾ, അടുക്കള, ടോയ്ലറ്റ്, ഓഫീസ് തുടങ്ങിയവയുടെ പ്രവർത്തനവും കളക്ടർ വിലയിരുത്തി. സന്ദർശനത്തിൻ്റെ ഭാഗമായി മണലൂർ ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൻ്റെ ഫിറ്റ്നസ് പരിശോധനയും നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പാൾ അബീദ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വാണി തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. രൂക്ഷമായ കാട്ടാന ശല്യമുണ്ടായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് LDF കോടശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ നടത്തിയ ധർണ KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ CK സഹജൻ അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം സേവ്യർ വാഴപ്പള്ളി, നേതാക്കളായ ജനീഷ് P. ജോസ്, EA ജയതിലകൻ, ഡെന്നിസ് K. ആന്റണി, TR ബാബു, ടോമി കാളപ്പാടൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും മറ്റ് സംഘടനകളുമൊക്കെ സജീവമായി സമരരംഗത്തും ചർച്ചകളിലുമാണ്. കേരള സർക്കാരിൻ്റെ തൊഴിലും നൈപുണ്യവും വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ITI കോഴ്സുകൾ പാസ്സായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ജില്ലാ അടിസ്ഥാനത്തിൽ സ്പെക്ട്രം 2025 തൊഴിൽമേള 28-ാം തീയതി ചാലക്കുടി ഗവൺമെൻറ് ITIയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ സർക്കാർ SCDD സ്വകാര്യ ITIകളിൽ നിന്നും പാസ്സായിട്ടുള്ളതും തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്കും അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും കേരളത്തിലെ വിവിധ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന തൃശൂർ ജില്ലാ തൊഴിൽമേളയിൽ പങ്കെടുക്കാം. രാവിലെ 10:30 നടക്കുന്ന പരിപാടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് CS സുരേഷ് മുഖ്യാതിഥിയായിരിക്കും. തൊഴിൽ മേളയിൽ ഏകദേശം 100ഓളം കമ്പനികൾ പങ്കെടുക്കും. പ്രിൻസിപ്പാൾ MA സൗജ, വൈസ് പ്രിൻസിപ്പാൾ രാജേഷ് V. ചന്ദ്രൻ, മിനി മുകുന്ദൻ, ലിയ ആന്റോ, ശ്യാമിലി ES എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സർക്കാർ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ITI കോഴ്സുകൾ പാസ്സായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി
ജില്ലാ അടിസ്ഥാനത്തിൽ സ്പെക്ട്രം 2025 തൊഴിൽമേളകൾ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ സർക്കാർ SCDD സ്വകാര്യ ITIകളിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാന വർഷ ട്രെയിനികൾക്കും ITI യോഗ്യതയുള്ളവർക്കും വേണ്ടി കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ തൊഴിൽമേള ഗവൺമെന്റ് ITI ചാലക്കുടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. 2025 മെയ് 28 ബുധൻ രാവിലെ 10:30 ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിബു വാലപ്പൻ അവരുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,995 രൂപ, പവന് 71,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂർ പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. നടനും നാടൻപാട്ട് മിമിക്രി കലാകാരനുമായ കലാഭവൻ മണിയുടെ പേരിൽ ജന്മനാട്ടിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായ ശുചീകരണ പ്രവൃത്തികൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. രൂക്ഷമായ കാട്ടാന ശല്യമുണ്ടായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് LDF കോടശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.